പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSന്റെ മോഡൽ എക്സാമിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് AO ഹ്യൂം. താഴെ പറയുന്നതിൽ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്ന മുദ്രാവാക്യമാണ് വന്ദേ മാതരം. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കി. റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. BR അംബേദ്കർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. റാണി ഝാൻസി റെജിമെന്റ്. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പ്രമുഖ പ്രസിദ്ധീകരണങ്ങളും സ്ഥാപകരുമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. കേസരി, ബാലഗംഗാധര തിലക്, സോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ നിരീക്ഷണങ്ങൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം വിത്തുകളുടെ ഉപയോഗമാണ്. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ജനഹിത പരിശോധന നടത്തി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജുനഗഡ്. കാശ്മീർ, ലഡാക്ക് മേഖലയിലെ പ്രധാന ഭാഗങ്ങൾ പാകിസ്ഥാൻ അധീനയിലാക്കിയതിനെതിരെ നടന്ന സൈനിക നീക്കമാണ് കാർഗിൽ യുദ്ധം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ ആണ്. 1999. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ ഹോമി ജെ ഫാഫ. താഴെ പറയുന്നതിൽ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. മാനുഷിക വികസനം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 359 വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 5 മുതൽ 11 വരെ. താഴെ പറയുന്നത് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ഭരണഘടനയിലെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3 വർഷം. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 ശരിയായിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാണ്. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. തെന്മല. ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മണിപ്പൂർ. താഴെ പറയുന്നതിൽ കാഞ്ചൻജംഗയുടെ ഉയരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 8598. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഏത് നദിയാണെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്. കൃഷ്ണ. പ്രസ്താവനകൾ നോക്കാം. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ് നദിയുടെ ഉത്ഭവം. വിജയവാഡ പട്ടണം ഈ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മാർച്ച് മാസം. താഴെ പറയുന്നതിൽ കേരള ഭൂപ്രകൃതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരിയല്ലാത്തത്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. താഴെ പറയുന്നതിൽ പാൽച്ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വയനാടിനെ കണ്ണൂരുമായിട്ടാണ് പാൽച്ചുരം ബന്ധിപ്പിക്കുന്നത്. ശബരിമലയുടെ ഇടത്താവളമായ മിനി പമ്പ ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഭാരതപ്പുഴ. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. ഇതാണ് ശരിയായിട്ടുള്ളത്. പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1982. താഴെ കൊടുത്തിരിക്കുന്ന സംരക്ഷിത മേഖലകളിൽ വന്യജീവി സങ്കേതം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 മാത്രം. സൈലന്റ് വാലിയാണ്
വന്യജീവി സങ്കേതം അല്ലാത്തത് വയനാട്, മംഗളവനം, കരിമ്പുഴ ഇതെല്ലാം വന്യജീവി സങ്കേതങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ സി ആണ് ഐരാപുരം. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കബനി. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ ഇതെല്ലാം പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉമാണ്. ചേരമർ മഹാജനസഭ സ്ഥാപിച്ചു, സാധുജന ദൂതൻ മാസിക തുടങ്ങി. ഇത് 2ഉമാണ് പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധമുള്ളവ. KPR ഗോപാലന് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണമായ നേതാവ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഗാന്ധിജി. താഴെ കൊടുത്തിരിക്കുന്നതിൽ 1ആം പഴശ്ശി വിപ്ലവത്തിന് കാരണം? ആൻസർ ഓപ്ഷൻ എ ആണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണം. EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി ആരുടെ നേതൃത്വത്തിലാണ് വിമോചന സമരം നടന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ? ആൻസർ ഓപ്ഷൻ എ ആണ് ഉദയ സ്റ്റുഡിയോ. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MT വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അസുരവിത്ത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ആര്യഭട്ട. താഴെ പറയുന്നതിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് തന്നിട്ടുള്ള 2ഉം ശരിയാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ്. മണക്കുളം മുകുന്ദരാജ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് മാതൃഭൂമി. സംസ്ഥാനത്തെ ആദ്യ 3D പ്രിന്റിംഗ് കെട്ടിടം നിർമ്മിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിനും നങ്കൂരമിടാവുന്ന ഇന്ത്യയിലെ ഏക തുറമുഖം? ആൻസർ ഓപ്ഷൻ സി ആണ് വിഴിഞ്ഞം തുറമുഖം. ഹെലികോപ്റ്റർ മാർഗം പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹെലി ടൂറിസം. 19ാം ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയ ഇന്ത്യൻ വനിതാ ബോക്സർ? ആൻസർ ഓപ്ഷൻ ഡി ആണ് ലവ്ലീന ബോർഹെയ്ൻ. ദേശീയ ബഹിരാകാശ ദിനം? ആൻസർ ഓപ്ഷൻ എ ആണ് ഓഗസ്റ്റ് 23. താഴെ പറയുന്നതിൽ 2023 രസതന്ത്ര നൊബേൽ പുരസ്കാരം നേടിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ജോൺ ഫോസെ. മൗങ്കി ബവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഇക്കിമോവ് ഇവർ 3 2023 രസതന്ത്ര നൊബേൽ പുരസ്കാരം നേടിയവരാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്ത RRRന്റെ സംവിധായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് SS രാജമൗലി. കേരള പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലികൾ സമയബന്ധിതവും കാര്യക്ഷമതവുമായി നിർവഹിക്കുന്നതിനായി പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മീ കോപ്സ്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത വനിതകളിൽ ഉൾപ്പെട്ട മലയാളി? ആൻസർ ഓപ്ഷൻ ഡി ആണ് ദിൽന. രാജ്യത്തെ ഗ്രാമീണ മേഖലകളിൽ ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പുവരുത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാരത് നെറ്റ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സൗജന്യമായി ഓട്ടോ നൽകുന്ന പദ്ധതി? ആൻസർ ഓപ്ഷൻ എ ആണ് സ്നേഹയാനം. അരിവാൾ രോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഏത് വർഷത്തേക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 2047. 22ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഋതുരാജ് അവസ്തി. വായനശാലയുള്ള ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമായി മാറിയത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം, വാരണാസി. മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയത്?
ആൻസർ ഓപ്ഷൻ ബി ആണ് യമൻ. ഏത് വർഷത്തോടെയാണ് കാർബൺ ബഹിർഗമനം 51,000 കിലോഗ്രാം ടൺ കുറയ്ക്കാൻ കേരളം ലക്ഷ്യമിടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 2030. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ്? ആൻസർ ഓപ്ഷൻ എ ആണ് ശ്രീകുമാരൻ തമ്പി. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഓപ്പറേഷൻ? ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ സുപ്പാരി. വിളർച്ച മുക്ത കേരളത്തിന് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ? ആൻസർ ഓപ്ഷൻ സി ആണ് വിവ കേരളം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹുബ്ബള്ളി. താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 3 മാത്രം ശരിയല്ല. ശരിയായിട്ടുള്ളത് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ. താഴെ പറയുന്നതിൽ ഭാവന, ചിന്ത, സ്വബോധം, ഓർമ്മ, ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട് തലച്ചോറിലെ ഭാഗം? ആൻസർ ഓപ്ഷൻ ബി ആണ് സെറിബ്രം. താഴെ പറയുന്നത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം ഇതെല്ലാം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളാണുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് 24. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏതിനത്തിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 4. ഡയറിയ, ടൈഫോയിഡ്, കോളറ ഇത് 3മാണ് മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി ആണ് ആശ്വാസ കിരൺ. താഴെ പറയുന്നതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സാഴ്സ്. താഴെ പറയുന്നതിൽ ഏതാണ് നിങ്ങളുടെ ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. വേണ്ടത്ര വ്യായാമം ലഭിക്കുന്നില്ല, അമിതഭാരം. വിറ്റാമിനുകളും അവയുടെ അനുബന്ധ രോഗങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ഒന്ന് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. കാൽസിഫെറോൾ റിക്കറ്റ്സ്, റെറ്റിനോൾ നിശാന്തത, അസ്കോർബിക് ആസിഡ് സ്കർവി. താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം? ആൻസർ ഓപ്ഷൻ സി ആണ് ന്യൂമോണിയ. താഴെ പറയുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2, 4. വസൂരി, സാഴ്സ്, ചിക്കൻ പോക്സ് ഇത് 3മാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വസൂരി, സാഴ്സ്, ചിക്കൻ പോക്സ്. താഴെ പറയുന്നതിൽ സിഫിലിസ് നിർണയിക്കുന്നതിനുള്ള പരിശോധന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് എയും ബിയും. BDRL അതുപോലെ തന്നെ ബാസർമാൻ ഇത് രണ്ടും സിഫിലിസ് നിർണയിക്കുന്നതിനുള്ള പരിശോധനകളാണ്. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി? ആൻസർ ഓപ്ഷൻ എ ആണ് ബാലമുകുളം. താഴെ പറയുന്നതിൽ ജനിതക രോഗങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 3, 4. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, വർണ്ണാന്തത ഇത് 3ഉം ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ശബ്ദ തരംഗത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം. അനുദൈർഘ്യ തരംഗമാണ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ആൽക്കലോയിഡുകളുടെ ക്ഷാര ഗുണത്തിന് കാരണമായ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് നൈട്രജൻ. താഴെ പറയുന്നതിൽ എല്ലാ ഷെല്ലുകളിലുമുള്ള പൊതുവായ സബ്ഷെൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് യെസ്. ഗ്ലാസിന് മഞ്ഞ നിറം നൽകുന്ന സംയുക്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫെറിക് അയോൺ. അപ്പോൾ ഈ 80 GK ചോദ്യങ്ങളാണ് ഈ മോഡൽ എക്സാമിലുള്ളത്. ബാക്കി 20 ചോദ്യങ്ങൾ മാത്സ് ഭാഗത്തുള്ളതാണ്. അപ്പോൾ ഇതിന്റെ 100 ചോദ്യങ്ങൾ അടങ്ങിയ PDF പാഠപുസ്തകം ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.